ഈശ്വര, അവളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. നീ എന്തൊരു വിഡ്ഢിയാടാ. മനസ്സിലുള്ള ഇഷ്ടം അവളോട് തുറന്നു പറയാതെ അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നാളെ തന്നെ ഞാൻ അവളോട് എന്നെ ഇഷ്ടം തുറന്നു പറയാൻ പോവാ. തനിക്കൊരു ജീവിതം തരാൻ എന്നെപ്പോലെ നല്ല മനസ്സുള്ള ഒരു ചെറുപ്പക്കാരന് തോന്നിയത് തന്റെ ഭാഗ്യമായി താൻ കരുതണം. ഇത് വേണ്ട, ഇത് നിന്റെ പൊങ്ങച്ചോയെ പോവും. അതവക്ക് ഇഷ്ടമല്ലല്ലോ. സിമ്പിളായിട്ട് മതി. ഓക്കെ, നോക്കിക്കോ. എടോ ഭാഗ്യക്കുറി, എന്താന്നറിയില്ല, തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇങ്ങനെ മതിയല്ലേ? ഇത് ഓക്കെ. ഇതില്ല അവള് വീഴും. താങ്ക്സ് അളിയാ. എന്താ എന്താ ഉണ്ടായത്? നീയോ? നീ എന്താ ഇവിടെ? അപ്പൊ നീയാണല്ലേ എന്നെ കൊല്ലാൻ നോക്കിയത്? ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഇവിടെ എന്തോ ബഹളം കേട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ആരോ ഇതുവഴി ഓടി പോകുന്നതായിട്ട് തോന്നി. ഛേ, കള്ളം പറയുന്നോടി. എന്നെ കൊല്ലാൻ ആളെ പറഞ്ഞു വിട്ടിട്ട് നോക്കി നിൽക്കാറുന്നല്ലേടി നീ? പാപ്പച്ചായ, പെണ്ണിച്ചായ, ഒന്നിങ്ങോട്ട് വാ. എന്നതാ എന്നതാ ഗായത്രി, എന്നതാ ഇവിടെ? എനിക്കൊന്നും അറിയില്ല സണിച്ചായ. ദാ ഇവളെന്തോ പിച്ചും പേയും ഒക്കെ പറയുന്നു. പിച്ചും പേയും പറയുന്നോ? നീ വലിയ മിടിക്കാവാനൊന്നും നോക്കണ്ട. എന്റെ റൂമിൽ ആള് കയറി എന്നെ കൊല്ലാൻ നോക്കിയെന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യോ. എന്നതാ പ്രശ്നം? ദേ, ഇവളെന്നെ കൊല്ലാൻ നോക്കി ബെന്നിച്ചായ. തലനാരിടിക്കാൻ ഞാൻ രക്ഷപ്പെട്ടത്. പുറത്തേക്ക് വന്ന് നോക്കുമ്പോ ദാ ഇവളിവിടെ പതുങ്ങി നിൽക്കുന്നു. ചോദിച്ചപ്പോ ഒന്നും അറിയാത്ത പോലെ കൈമലർത്തി കാണിക്ക. ഞാൻ അത് ചെയ്തതെന്ന് നിനക്ക് എന്താ ഇത്ര ഉറപ്പ്? അങ്ങനെ ആളെ വിട്ട് ചെയ്യിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ആഹാ, എന്ന് വെച്ച തോന്നിയ നീ തനിച്ചാണെങ്കിലും ചെയ്യുമെന്ന് അല്ലടി? മര്യാദക്ക് സത്യം പറഞ്ഞോ. എന്നാത്ര നീ അത് ചെയ്തേ? ആര് പറഞ്ഞിട്ട്? പറയടി. ബെന്നിയെ, നീ വലിയ പോലീസ് കളിക്കാനൊന്നും നിക്കണ്ട. അവളല്ല ചെയ്തതെന്ന് അവള് പറഞ്ഞല്ലോ. പിന്നെ നീ എന്നാത്തിനാടാ കടന്ന് മൂപ്പിക്കുന്നേ? എന്നതാ എന്നതാ ഇവിടെ എല്ലാരും കൂടി? രാത്രിയായി ഇവിടെ ആർക്കും ഉറക്കമൊന്നുമില്ലേ? എങ്ങനെയാച്ചാ ഇവിടെ വിശ്വസിച്ചിടുന്ന് ഉറങ്ങാൻ പറ്റുന്നത്? ഇതേ കേട്ടില്ലേ? ആരോ അവളുടെ മുറി കയറി ഇവിടെ കൊല്ലാൻ നോക്കിയെന്ന്. ബഹളം കേട്ട് ഞാനിപ്പോ ഉണർന്നു വന്നേ ഉള്ളൂ. അപ്പോഴാ ഇയാളുകളും കൂടി ഇവളുടെ മെക്കെട്ട് കയറുന്ന ഞാൻ കണ്ടത്. എന്റെ മാതാവേ, ഞാൻ എന്നതാ ഈ കേക്കുന്നേ? ഇനി വല്ല കള്ളന്മാരോ മറ്റോ ആയിരിക്കും. ബാൽക്കണിയിലെ ഡോറൊക്കെ അടച്ചില്ലായിരുന്നോടി സൂസമ്മേ? സന്ധ്യക്ക് തന്നെ ഞാനെല്ലാം ഭദ്രമായി അടച്ചതാ അമ്മച്ചി. കള്ളനാണെങ്കിൽ ഇവളുടെ മുറി തപ്പിട്ട് അവൻ എന്നെ കിട്ടാനാ? അങ്ങനെയാണെങ്കിൽ താഴത്തെ മുറി കയറാനല്ലേ അവൻ നോക്കൂ. ഇത് മോഷ്ടിക്കാൻ വന്നൊന്നും അല്ല പാപ്പിച്ചായ. അവന്റെ ലക്ഷ്യം എന്റെ ജീവൻ എടുക്കാന്നുള്ളത് തന്നെയായിരുന്നു എന്ന് വ്യക്തമോ? നിന്നെ കൊല്ലാൻ നോക്കിയത് ആണാണെന്നല്ലേ നീ പറഞ്ഞത്? പിന്നെ എന്നാ അതിനെ എവളെ സംശയിക്കുന്നേ? അയാൾ
പുറത്തേക്ക് ഇറങ്ങി ഓടിയിട്ട് അധികം നേരമൊന്നും ആയിട്ടില്ല പാപ്പിച്ചായ. അപ്പൊ തന്നെ ദേ ഇവളെ ഇവിടെ കാണുകയും ചെയ്തു. അതീന്ന് ഉറപ്പിക്കാമല്ലോ ചെയ്യിച്ചത് ഇവളാണെന്ന്. അങ്ങനെ നീ മാത്രം അങ്ങ് ഉറപ്പിച്ചാ മതിയോ? അങ്ങനെ കൊല്ലാനും കൊല്ലിക്കാനൊന്നും കൂട്ടു നിൽക്കുന്നവളല്ല എന്റെ ഭാര്യ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതൊക്കെ വെറും തട്ടിപ്പോയാച്ചാ. ഇവളുടെ റൂമിൽ കയറിയത് പുറത്തുനിന്ന് ആരും അവൻ വഴിയില്ല. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. ഇവളെവിടെ ഉപദ്രവിക്കാൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ബെന്നിയെ, നീ വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത്. ഇവളെ കൊന്നിട്ട് ഇവിടെ ആർക്ക് എന്ത് നേടാനാ? അമ്മച്ചിക്കത് അറിയാൻ മേലാഞ്ഞിട്ടാ. കാര്യമുള്ളവർ ഇവിടൊക്കെ തന്നെ ഉണ്ട്. ദേ ബെന്നിയെ, നീ പുരകത്തുമ്പോ വാഴക്കൊല വെട്ടിയെടുക്കാൻ നോക്കല്ലേ അനിയാ. നീ കുഴിവെട്ടുന്ന ആരുടെ നെഞ്ചത്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. ദേ ആ ബുദ്ധി കയ്യിലിരിക്കട്ടെ. എന്നതാ ഞാൻ പറഞ്ഞാല്? തന്റെ ഭാര്യയെ ദേ ഇവളുടെ മുഖത്ത് നോക്കി കൊല്ലുമെന്ന് വെല്ലുവിളിച്ചത് ഇവിടെ ആരും മറന്നുപോയിട്ടൊന്നുമില്ല. എന്താടി ബെന്നിച്ചായൻ പറഞ്ഞത് സത്യമല്ലേ? എന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലുമെന്ന് നീ എന്നോട് പറഞ്ഞതല്ലേ? അത് നീ ഇവളോട് എന്തെങ്കിലും കണ്ണതിരിവ് പറഞ്ഞതുകൊണ്ടായിരിക്കാം. ദേഷ്യം വന്ന ചിലപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും. പറഞ്ഞതുപോലെ തന്നെ അത് ചെയ്തു തീർക്കാനുള്ള ശ്രമമായിരുന്നു എന്ന് ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. പാപ്പിച്ചായ, ഇതെങ്ങനെ വെറുതെ വിടരുത്. കൈയോടെ രണ്ടിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ച പോരല്ലോ. പോലീസ് വരട്ടെ, അന്വേഷിക്കട്ടെ. എന്നിട്ട് അവര് തീരുമാനിച്ചോളും ചെയ്തത് ആരാണെന്ന്. അല്ലാതെ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളെ പ്രതിയാക്കാൻ നിനക്കെന്താ അവകാശം? ആ മതി മതി, എല്ലാരും അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പോ പോ പോ. ഒറ്റയ്ക്ക് കിടക്കാൻ നിനക്ക് ഭയമാണെങ്കിൽ നീ താഴെ വന്ന് കിടന്നു. അല്ലേ ഇവള് നിന്റെ കൂടെ ഇവിടെ കിടക്കും. വേണ്ട പാപ്പിച്ചായ, ഞാൻ തനിച്ച് കിടന്നോളാം. ആ എന്നാ കിടന്നു, നീ വാ. ചേട്ടത്തി എന്താ മുറിയിൽ നോക്കുന്നേ? അയാൾ പുറത്തേക്കാ ഓടിയത്. അല്ല, ഞാൻ വെറുതെ ഇവിടെ. എന്നതാ നിങ്ങൾക്കൊരു പരവേശം പോലെ? പരവേശം? എന്നെ പരവേശം? അല്ല, ആ ബഹളത്തിന്റെ ഇടയ്ക്കൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്ന പോലെ തോന്നി. അത് മനപ്പുറവാടി. ഞാൻ അവിടെ നിന്നാലേ നിലവിട്ട് എന്തെങ്കിലും ചെയ്തു പോകും. അത്രയ്ക്ക് തെമ്മാടിത്തരല്ലേ അവനും അവളും കൂടി എന്റെ പെങ്ങളോട് കാണിച്ചത്. ആരുമില്ലാത്ത തക്കം നോക്കി മുറി കയറി അവളെ കൊല്ലാൻ ശ്രമിക്കാന്ന് വെച്ചാ പിന്നെ നിയന്ത്രണം വിട്ട് പോവില്ലേ? ചാച്ചനോട് ഞാൻ അന്നേ പറഞ്ഞതാ രണ്ടിനെ ഇവിടുന്ന് ഇറക്കി വിടണമെന്ന്. കേട്ടില്ലല്ലോ. അനുഭവിക്കട്ടെ. എന്നാൽ ഈ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാന്ന് പറഞ്ഞ ആലോചിച്ചിട്ട് എനിക്ക് പാട്ടിമുട്ടി പെരുത്ത് കേറുക. അതിന് കൊല്ലാൻ ശ്രമിച്ചത് അവരാണെന്ന് ഇച്ചായും കണ്ടോ? അവളല്ലെങ്കിൽ പിന്നെ ആരടി ഈ വീട്ടിൽ അതിന് ധൈര്യപ്പെടുന്നത്? നീയാണോ? പറയടി, നീയാണോ? എനിക്കറിയാം നീയെല്ലാം കൂടി ചേർന്നുണ്ടാക്കിയ പ്ലാനാ അല്ലടി. നിങ്ങളുടെ കഴുത്തിലെന്താ ഒരു പാട്? പാടോ?
എന്നെ പാട് അതൊന്നുമില്ല. ബെന്നിച്ചേന്റെ കഴുത്തി കിടന്ന മാല എവിടെ? മാല അതെവിടെ പോയി? എന്റെ കഴുത്തിലുണ്ടായിരുന്നല്ലോ. ദാ ഇതല്ലേ? എനിക്കിത് സൈനയുടെ റൂമിൽ നിന്ന് കിട്ടിയതാ. കള്ളിന്റെ ബലത്തിൽ പെങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ പാടി പുകഴ്ത്തിയപ്പോഴേ എനിക്ക് പന്തികേട് തോന്നിയതാ. ഇപ്പൊ അവളുടെ റൂമിൽ നിന്ന് ഈ മാല കൂടി കിട്ടിയപ്പോ ആരെ അവളെ കൊല്ലാൻ ശ്രമിച്ചതെന്നുള്ളതിന്റെ ഉത്തരവും പൂർണ്ണമായി. കഷ്ടം, ഇത്ര നെറികെട്ടവനായി പോയല്ലോ മനുഷ്യ നിങ്ങള്. സ്വത്തിന് വേണ്ടി സ്വന്തം പെങ്ങളെ കൊല്ലാൻ പോലും തൊട്ടുപോകരുത് തന്നെ. എന്തിനാ നിങ്ങൾ എന്നെ തല്ലുന്നത്? ഞാൻ ആ സത്യം വിളിച്ചു പറഞ്ഞതിനോ അതോ ഇവിടെ ഉള്ളവരോടൊന്നും ഞാനത് വിളിച്ചു പറയാതിരിക്കാനോ? പറ. അതിനു വേണ്ടിയാണെങ്കിൽ നിങ്ങൾ എന്നെ തല്ലി തോൽപ്പിക്കണമെന്നില്ല. ആരോടും ഞാനിത് വിളിച്ചു പറയാനും പോകുന്നില്ല. അത് നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല. മകളെ കൊല്ലാൻ നോക്കിയത് ഏത് നേരം അവളെ കണ്ണേ പൊന്നേന്ന് വിളിച്ചു നടക്കുന്ന സ്വന്തം കൂടപ്പിറപ്പ് തന്നെയാണെന്ന് അറിഞ്ഞ അപ്പച്ചൻ കൊന്നുകളയും നിങ്ങളെ. അങ്ങനെ സംഭവിച്ചാലും നഷ്ടം എനിക്ക് തന്നെയാ. എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മിന്നിന് ഉടയോനില്ലാതാവും. അതുകൊണ്ട് പേടിക്കണ്ട നിങ്ങള്. ഇതൊന്നും ഞാൻ ആരോടും വിളിച്ചു പോവാൻ പോകുന്നില്ല. ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചോളാം. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർത്തോണം. തല്ലിയും ഭീഷണിപ്പെടുത്തിയും എന്നെ നിശബ്ദയാക്കാൻ ശ്രമിക്കും പോലെ കർത്താവിന്റെ കണ്ണ് മൂടിക്കെട്ടാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. പിഴയൊടിക്കേണ്ടി വരും ഈ ജന്മത്തിൽ തന്നെ. ഇനിയും ഇങ്ങനെയൊക്കെ മനസ്സിൽ തോന്നുമ്പോ അതൊന്ന് ഓർത്തേക്കണം എന്റെ കെട്ടിയോ. ഒരു രജിസ്റ്റേർഡ്. ആർക്കാ? അപ്പച്ചനാണോ? അല്ല, ഇത് കുട്ടിക്കാ. എനിക്കോ? അതേന്നേ. ദേ ഇവിടെ നോക്കട്ടെ. എന്റെ പ്രിയ അനിമോൾക്ക് ഇങ്ങനെ ഒരു കത്ത് എഴുതണമോ എന്ന് ഒരുപാട് തവണ ഞാൻ ആലോചിച്ചതാണ്. പക്ഷെ നിന്റെ സങ്കടം ഇച്ഛായന് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഈ കത്ത് നിനക്ക് എഴുതുന്നത്. നിങ്ങളെയൊക്കെ വിട്ട് ഞാൻ ഇപ്പോൾ ഒരുപാട് ദൂരെയാണ്. ഈ കത്ത് നിന്റെ കയ്യിൽ കിട്ടുമ്പോഴേക്കും ഞാൻ ഈ രാജ്യം തന്നെ വിട്ടിരിക്കും. എന്തിനാണ് എൻ്റെ ഈ രക്ഷപ്പെടലെന്ന് ഇതിനകം തന്നെ നീ അറിഞ്ഞു കാണുമെന്ന് ഞാൻ ഊഹിക്കുന്നു. കർത്താവ് തമ്പുരാൻ തീർത്താലും തീരാത്ത പരീക്ഷണങ്ങൾ കൊണ്ട് അലൻ ജോസഫിന്റെ ജീവിതത്തെ അടിമുടി അലങ്കരിക്കുകയാണ്. സ്നേഹിച്ച പെണ്ണിനെ സഹോദരിയെ പോലെ കാണേണ്ടി വരുന്നതിലെ തമാശ മനസ്സിലാക്കാം. പക്ഷേ സ്വന്തം കുഞ്ഞിന്റെ അമ്മയെ ആ സ്ഥാനത്ത് സങ്കല്പിക്കാൻ പോലും വയ്യ മോളെ. അങ്ങനെ ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല എനിക്ക്. ആദ്യം കരുതിയത് ആർക്കും പ്രയോജനമില്ലാത്ത ഈ ജീവിതം എന്തിനിങ്ങനെ ചുമക്കണമെന്നായിരുന്നു. പക്ഷെ ഇപ്പോഴും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തൊക്കെയോ ഉണ്ടെന്ന് മനസ്സ് പറയുന്നു. അതുകൊണ്ട് ഇച്ചായൻ ഒരു രക്ഷപ്പെടലിന് ശ്രമിക്കുകയാണ്. ഇനി എന്ന് കാണുമെന്ന് എനിക്കൊരു ഉറപ്പ് പറയാനുമാകില്ല.
ഒരപേക്ഷയെ എനിക്ക് അനിമോളോടുള്ളൂ. എൻ്റെ കുഞ്ഞിന് ആരൊക്കെ ഇല്ലാതായാലും നീ ഉണ്ടാവണം. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് കാണണം അവളെ. അപ്പച്ചനോടും അമ്മച്ചിയോടും എനിക്കൊരു ദേഷ്യമില്ല എന്ന് പറയണം. ഇനിയൊന്നും പറയാനില്ല. എല്ലാവർക്കും വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. നിന്റെ ഇച്ഛായൻ. പ്രശ്നമാണ് ആലീസ്. ഇത് ഇങ്ങനെ പോയാ പിടിച്ചെടുത്ത് കിട്ടാതാവും. പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ മനുഷ്യ നിങ്ങൾ ഇങ്ങനെ വാരി വലിച്ച് തിന്നുന്നത്? ഉള്ള കടലയും കപ്പലണ്ടി വാരി വിഴുങ്ങിട്ടേ ഒടുക്കം ഗ്യാസ് കയറിയെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് തൊള്ള തുറന്നാലേ ഞാൻ നോക്കത്തൊന്നുമില്ല. എടി വിവരം കെട്ടവളെ, ഞാൻ അതല്ലടി ഉദ്ദേശിച്ചേ. എടി ഇവിടുത്തെ കാര്യമാ. അറിഞ്ഞിടത്തോളം വെച്ച് കൂട്ടിയും കഴിച്ചു നോക്കുമ്പോ നമ്മുടെ മോനെക്കാട്ടി കച്ചട ആണല്ലോ ഇവിടുത്തെ ചെറുക്കൻ. പൗലോസ് മോലായുടെ വല പൊട്ടിച്ച് അവൻ ചാടിയിട്ടുണ്ടെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും കണ്ടോണ്ടുള്ളതാണെന്ന് ഉറപ്പാ. അത് നേരി തന്നെ കേട്ടോ. എന്നാലും ആ പെണ്ണിനെ തന്നെ മറ്റേ ചെറുക്കം പോയി മിന്നിയിട്ടിങ്ങ് കളഞ്ഞല്ലോ. അതാ എനിക്ക് മനസ്സിലാകത്തത്. എടി അതൊക്കെ ചിലപ്പോ ഈ പൗലോസ് അച്ചായനോട് അറിഞ്ഞുകൊണ്ടുള്ള കളിയായിരിക്കുമെന്നേ. അങ്ങേരാരാ മുതല് മരത്തിൽ നിന്ന് പൊഴിഞ്ഞത് മണ്ണി കിടന്ന് മുളച്ചോട്ടെ എന്ന് മൂപ്പര് കണ്ടിട്ടുണ്ടാവും. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എടി ആ പെങ്കൊച്ച് പുറത്തുനിന്ന് ആർക്കാ നഷ്ടം? അവന്റെ കൊച്ചിന്റെ അവകാശം ചോദിച്ചുകൊണ്ട് നാളെ കാലത്ത് ആ പെങ്കൊച്ച് പൂക്കാടന്റെ വീട്ടിൽ കയറി ചെല്ലാൻ ചാൻസ് ഇല്ലേ? നേരെ മറിച്ച് ഇപ്പോഴേ അവളെ കുടുംബത്തിനകത്താക്കിയ ആർക്കാ അതിന്റെ ഗുണം? ആർക്കാ? പെണ്ണ് അവകാശം ചോദിച്ചുകൊണ്ട് ചെല്ലത്തുമില്ല, അങ്ങേർക്കുള്ളത് കൊടുക്കുകയും വേണ്ട. എങ്ങനുണ്ട് പൂക്കാടന്റെ മണ്ട? അയ്യോ എന്റെ ഈശോയെ, അത് നേരാണല്ലോ. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പോയില്ല കേട്ടോ. എന്നതായാലും ഇവിടുത്തെ ചെറുക്കം കാണിച്ച് ഇത്തിരി കടന്ന കയ്യായി പോയി. നല്ല മാന്യം ചമഞ്ഞ് നടന്നിട്ടെ എന്തായി? നമ്മളെ ചെറുക്കനും അത്ര തെണ്ടിത്തരൊന്നും കാണിച്ചിട്ടില്ല. അല്ലടി, അവൻ പുറപ്പെട്ടു പോയി എന്ന് പറയുന്നതിനകത്ത് വല്ല സത്യം ഉണ്ടോ? എന്നതാ എഴുതിയേക്കുന്നെന്ന് വല്ലതും നിന്നോട് പറഞ്ഞോ റാഹേല്? അതിന് നമ്മളെ അവർക്ക് കണ്ണിന് പിടിക്കില്ലല്ലോ. കത്ത് വന്നൂന്നും ചെറുക്കം പുറപ്പെട്ടു പോയിന്നൊക്കെ തള്ളയും മോളും പിറുപിറുക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ചെവിവട്ടം പിടിച്ചെടുത്തതാ. എന്നാ മറ്റു പലതും കൂടി നമുക്കൊന്ന് ചോർത്തി എടുക്കാൻ വേണ്ടി ആലീസേ, ആ കത്ത് എവിടാന്ന് വെച്ചാ അതൊന്ന് അടിച്ചു മാറ്റിയെടുക്കണം. ചിലപ്പോ പാകം വെപ്പിന്റെ കാര്യമൊക്കെ അവൻ വിശദമായി അതിൽ എഴുതിയിട്ടുണ്ടാവും. പെങ്കൊച്ചല്ലേ, കാര്യമായിട്ട് എന്തെങ്കിലും മാറ്റിയിടാൻ അവൻ ഇപ്പോഴേ തന്തയും തള്ളയും ചട്ടം കെട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ആരുടെ കാര്യമായി പറയുന്നേ? അവന് മറ്റേ പെണ്ണിൽ ഒരു കൊച്ചുണ്ടായെന്ന് ഇവിടെ ഉള്ളവർ അറിഞ്ഞു സ്ഥിതിക്ക് ഇനി ധൈര്യമായിട്ട് അതിന് വല്ലതും കൊടുക്കണമെന്ന് അവന് പറഞ്ഞുകൂടായോ? ആ കാര്യമാ ഞാൻ പറഞ്ഞത്. ചുരുക്കത്തിൽ നമ്മുടെ ചെറുക്കന് കിട്ടാനുള്ളതിന്റെ ഒരു പങ്ക് പോയി കിട്ടിയെന്ന് സാരം. ആഹാ, അങ്ങനെ നമ്മുടെ മോന് കിട്ടേണ്ട വിധത്തിൽ നിന്ന് ഒന്നും എടുത്തു കൊടുക്കാൻ ഞാനൊട്ട് സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം വേണ്ടി മറുതേ? അല്ല, അവര് നമ്മുടെ ചെറുക്കന് വല്ലതും തരുമോന്ന് തന്നെ ആർക്കറിയാം. വന്നപ്പോ എന്തൊക്കെ ആയിരുന്നു, ആട്, കോഴി, താറാവ്. ഇപ്പൊ നമ്മളെ പേടിച്ച് അവര് മീൻ പോലും വാങ്ങിക്കാതായി. അവനോട് നീയായിട്ട് തന്നെ പറ, നയത്തിൽ നിന്ന് ഈ വീടും പറമ്പൊക്കെ ആ പെങ്കൊച്ചിന്റെ പേര് എഴുതി വാങ്ങാൻ. എന്തോന്നോ രണ്ടുപേരും കൂടെ ഒരു പരദൂഷണം. ഓ, ഞങ്ങൾക്ക് അതാണല്ലോ തൊഴില്. ഈ ബൈക്ക് ചുറ്റിക്കറങ്ങി സമയം കളയാനല്ലാതെ നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് എന്നതാടാ ഒരു ഗുണം? ഉണ്ടായിരുന്ന ഒരു വീടും കൂടി ബാങ്കുകാരുടെ വായിൽ മണ്ണിടാൻ കൊടുത്തല്ലോ നീ. ദേ, അതുപോലെ ചിലത് ഇവിടെ സംഭവിക്കാൻ പോവാ. അറിഞ്ഞു കേട്ട് നിന്നില്ലെങ്കിലേ ഒടുക്കം കടിച്ചതും പോവും, പിടിച്ചതില്ലാണ്ടായും പോവും, പറഞ്ഞേക്കാം. അതിനിവിടെ എന്നാ നടന്ന രണ്ടാളും പറയുന്നേ? എടാ മോനെ, അവൻ നമ്മൾ കരുതിയതുപോലെ തൂങ്ങിയതും വിഷം കഴിച്ചതൊന്നും അല്ല. ആളിപ്പോഴും നല്ല പച്ച ജീവനോടുകൂടി തന്നെ ഉണ്ട്. ദേ, ഇവിടെ ഉള്ളവർക്ക് അവൻ ഇന്നൊരു പ്രേമലേഖനം അയച്ചിട്ടുണ്ട്. പുറനാട്ടിലെവിടെ പോവാണെന്ന് പോലും. ദേ, ഭാഗം വയ്പിന്റെ കാര്യമൊക്കെ അവൻ അതില് വിസ്തരിച്ചെഴുതിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നണേ. എന്തായാലും അവൻ തിരിച്ചു വന്നിട്ട് സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ മതിയെന്നാ അതിലെഴുതിയിരിക്കുന്നേ. എന്ന് അമ്മച്ചിയോട് അവരങ്ങ് പറഞ്ഞോ? ഹാ,
പിന്നെ നമ്മളോട് സംസാരിക്കാനൊന്നും ഈ പരിഷ്കാരികൾക്കൊന്നും നാവ് പൊങ്ങില്ലല്ലോ. ദേ അമ്മച്ചി മോളും അടക്കം പറയുന്നത് കേട്ടതാ ഞാൻ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കിടന്ന് കാലം കളയാതെ എത്രയും പെട്ടെന്ന് ഈ വീടും പുരയിടവും അവിടെ പേരിൽ എഴുതിയെടുക്കാൻ നോക്കടാ. അല്ലേ ഇതൊക്കെ അവന്റെ കൊച്ചിന്റെ പേരിലായി പോവും. വീടും ഈ പുരയിടത്തിന്റെ പകുതിയും നമുക്ക് കിട്ടണം. കെട്ടിന് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അവര് പറഞ്ഞിരുന്നത്. നമ്മൾ അതേലങ്ങ് ഉറച്ചു നിന്നേക്കണം. ഒരാഴ്ചക്കുള്ളിൽ പ്രമാണം രജിസ്റ്റർ ചെയ്താൽ അത്രയും നല്ലത്. അല്ലേ അവൻ വല്ല നാട്ടിൽ പോയി 10 ചക്രം ഉണ്ടാക്കി തിരിച്ചു വന്നാല് നിന്നെ ഇവിടുന്ന് തല്ലി ഓടിച്ച് കളഞ്ഞിട്ട് പെങ്ങളെ വേറെ വല്ലവനെ കൊണ്ട് കെട്ടിക്കും. നമ്മളെയൊന്നും അവന് തീരെ പിടിക്കാതെ നിൽക്കുകയാണെന്ന് അറിയാമല്ലോ. തല്ലിയോ ഭീഷണിപ്പെടുത്തുകയോ എന്ത് ചെയ്തിട്ടാണേലും നേടിയെടുക്കണം മോനെ. അവളെ കൊണ്ട് നീ എങ്ങനെയെങ്കിലും സാധിപ്പിച്ചെടുക്കണം. അല്ലേല് വയസ്സുകാലത്ത് ഞങ്ങൾ പെരുവഴിയിലായി പോവേ. ഹാ